ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 152ാമത്തെ സെഷനാണല്ലോ ഇത്. 5ാം സദനത്തെക്കുറിച്ചുള്ള 15ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങളിലെ 3ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ. അതിന് 3ാമത്തെ ഖണ്ഡികയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായ ഐക്യത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു മനോഹര മാർഗമായിട്ട് അമ്മ ത്രേസ്യ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, സ്വന്തം ഇഷ്ടത്തെ ബലി കഴിച്ചുകൊണ്ട് ദൈവതിരുമനസ്സിന് വിധേയരാകുവാൻ നാം സർവാത്മന പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. തുടർന്ന് വായിക്കാം. ഇത് ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾക്ക് മറ്റൊന്നും ആവശ്യമില്ലെന്നും ഈ സത്യത്തെ പ്രതി മരിക്കാൻ പോലും തയ്യാറാണെന്നും പറയുന്നവർ നമ്മുടെ ഇടയിൽ എത്രയോ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വന്തം ഇഷ്ടം ബലി കഴിച്ചു, ദൈവത്തിന്റെ ഇഷ്ടത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച്, അങ്ങനെയാണിപ്പോൾ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയുന്നവർ അനേകരുണ്ട്. എന്ന് പറഞ്ഞിട്ട് അമ്മ ത്രേസ്യ ആ ഒരു ഉറപ്പ് കൊണ്ട് മാത്രമായില്ല, ഇത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇഷ്ടത്തെ ബലി കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടെ വിശദമായിട്ട് എന്നാണ് പിന്നെ മുന്നോട്ട് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയുന്നത് നമ്മുടെ എത്രയോ പേരുണ്ട്. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സംഗതി ഞാൻ പറയാം, വീണ്ടും വീണ്ടും അത് ഞാൻ ആവർത്തിക്കുകയും ചെയ്യും. അതായത്, കർത്താവിൽ നിന്ന് ഈ ദാനം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ മുൻപ് ഞാൻ വിവരിച്ച ആനന്ദകരമായ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കേണ്ടതില്ല. എന്ന് വെച്ചാൽ ആരംഭം സൂചിപ്പിച്ച പോലെ, ഈ അധ്യായത്തിന്റെ ആരംഭം സൂചിപ്പിച്ചതുപോലെ 5ാം സദനത്തിന്റെ 1ാം അധ്യായത്തിൽ പറഞ്ഞ ആനന്ദ അനുഭൂതിയുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് ത്യജിച്ച് ദൈവേഷ്ടത്തിന് തന്നെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തിയ ഒരു ഐക്യത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ആവർത്തിച്ച് പറയും, വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയും, നമ്മൾ തീർച്ചയായും പറയണം. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ബലി കഴിക്കുക, സ്വയം ഉപേക്ഷിക്കുക, സ്വയം നിഗ്രഹിക്കുക എന്ന് പറയുന്നതിൻ്റെ ഗൗരവവും പ്രാധാന്യം ഇവിടെ മദ്രസ അടിവരയിട്ട് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐക്യത്തിൽ നിന്നത്രേ അതിൻ്റെ ഉത്ഭവം എന്നതാണ് ഏറ്റവും അനർഹമായതിലുള്ളത്. ആനന്ദ അനുഭൂതിയുടെ ഐക്യത്തിന്റെ ആരംഭം പോലും ഉത്ഭവം പോലും ഈ സമ്പൂർണ്ണ സ്വയ നിഷേധത്തിന്റെ ദൈവ മനസ്സിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നതിന്റെ അനുഭവത്തിൽ നിന്നാണ്. അവിടെ തന്നെ ഈ കാര്യം പറഞ്ഞതാണെങ്കിലും ഈ കാര്യം വീണ്ടും വിശദീകരിക്കുകയാണ്. നമ്മുടെ മനസ്സ് ദൈവേഷ്ടത്തിന് വിധേയമാക്കുന്ന ഐക്യം നാം പ്രാപിച്ചിട്ടുണ്ടെന്ന് തീർച്ചയില്ലെങ്കിൽ ഞാൻ വിവരിച്ച ഉന്നത പദവികളിലെത്താൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ ദൈവേഷ്ടത്തിന് വിധേയമാക്കുന്ന ഐക്യം, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിലെ പ്രതിപാദന വിഷയം, അതിലൂടെ അല്ലാതെ ഇനി പറയുന്ന ഉന്നത പദവി 6ാം സദനം 7ാം സദനം കൊണ്ട് എത്താണ്ട് പറ്റുകയില്ല എന്ന് പറയുകയാണ്. എത്ര അഭികാമ്യമായ ഐക്യമാണ് അങ്ങനെ കിട്ടുക. അത് സിദ്ധിച്ച ആത്മാവ് ഭാഗ്യവതി തന്നെ. ഇഹത്തിലും പരത്തിലും അവൾ ഭദ്രമായ സമാധാനം അനുഭവിക്കും. അങ്ങനെ ഐക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നഷ്ടമായി പോകത്തക്ക ആപത്തിൽ ഉൾപ്പെടുന്നതോ അവിടുന്ന് ദ്രോഹിക്കപ്പെട്ട് കാണുന്നതോ അല്ലാതെ ലോകത്തിൽ സംഭവിക്കുന്ന യാതൊന്നും അവളെ ക്ലേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി സ്വയം ഉപേക്ഷിച്ച ഒരു വ്യക്തി നേടുന്ന ഐക്യത്തിന്റെ ഒരനുഭവം പറയുകയാണ്. അവൾ ഭദ്രമായ സമാധാനം അനുഭവിക്കും. അവൾക്ക് ആകെപ്പാടെ അസ്വസ്ഥത ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദൈവം നഷ്ടമായി പോകത്തക്ക വല്ല ആപത്തിൽ ഉൾപ്പെടുമോ, ഞാനൊരു പാപം ചെയ്യാൻ ഇടവരരുത്, ദൈവത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് സമ്മതിക്കാൻ പാടില്ല, അതൊരു കാര്യം. പിന്നെ അവിടുന്ന് ദ്രോഹിക്കപ്പെട്ട് കാണുന്നത് ഭയങ്കര വിഷമമാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ് അമ്മ ത്രേസ്യ വലിയ ഭീകരമായ സഹനത്തിന്റെ അനുഭവത്തെ വിശദീകരിക്കുകയുണ്ടായി. ദൈവം ദ്രോഹിക്കപ്പെടുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവം തിരസ്കരിക്കപ്പെടുന്നു, അതിനുള്ള നൊമ്പരം, ആ നൊമ്പരം ഇവിടെ ഉണ്ടാകും. അതല്ലാതെ മറ്റു ക്ലേശങ്ങളൊന്നും, ലോകത്തിലെ കാര്യങ്ങളൊന്നും അവളെ അസ്വസ്ഥപ്പെടുത്തുകയല്ല ഈ ആത്മാവിനെ. അതുപോലെ തന്നെ രോഗം, ദാരിദ്ര്യം മുതലായവയല്ല. അപ്പൊ രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ അവളെ ആത്മാവിനെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തുകയല്ല. ദൈവത്തിന്റെ തിരുസഭയ്ക്ക് ആവശ്യമുള്ള വല്ലവരുടെയും മരണത്തെക്കുറിച്ച് മാത്രം വിസർജിച്ചെന്ന് വരാം. ഇനി മരണത്തെ പറ്റി പറയുമ്പം ദൈവത്തിന്റെ സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് അനേകരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സഭാ ശുശ്രൂഷകരോ സഭാധ്യക്ഷന്മാരോ ഒക്കെ മരണത്തിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഒരു വിടവ്, ആത്മാക്കൾക്ക് കിട്ടാൻ സഹായം കിട്ടാതെ പോകണമെന്നുള്ള നൊമ്പരം, അങ്ങനെ അസ്വസ്ഥ വരാം. പരസ്പരം തന്നെ പറയുന്ന പോലെ, എനിക്ക് മരിച്ച് ഈശ്വര കൂടി ആയിരിക്കാനാണ് ഇഷ്ടം, അതാണ് എനിക്ക് നേട്ടം, പക്ഷേ ഞാൻ ഭൂമിയിലായിരിക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ആവശ്യമാണ്.
അവിടെ ഞാൻ കുറേ കൂടെ നാളും കൂടെ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവജനത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മരണത്തിലേക്ക് പോകുന്ന കാണുമ്പം ഈ പറഞ്ഞ അവസ്ഥയിലുള്ള ഒരു ആത്മാവിന് ഉള്ളത്തിന് അസ്വസ്ഥ അനുഭവപ്പെടാം എന്ന് വരാം, വിശ്വസിച്ച് വരാം. സ്വന്തം അഭിലാഷങ്ങളെക്കുറിച്ച് തനിക്കുള്ള അറിവിനേക്കാൾ ദൈവം ചെയ്യുന്ന എന്താണെന്ന് അവിടുത്തെ കൂടുതൽ നിശ്ചയമുണ്ടെന്ന് ഈ ആത്മാവിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതാണ് എൻ്റെ അടിസ്ഥാനം. എന്ത് വന്നാലും കലങ്ങുകയല്ല, കുലുങ്ങുകയല്ല. ദാരിദ്ര്യമാകട്ടെ, രോഗമാകട്ടെ, മരണമാകട്ടെ, അല്ലെങ്കിൽ ലോകത്തിലെ കഷ്ടപ്പാടുമൊക്കെ ആയിട്ട് അതിനകത്തെല്ലാം നന്മ ഉളവാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള നല്ല ഉറപ്പാണ്. ഇതേക്കുറിച്ച് എനിക്കുള്ള ധാരണ, എൻ്റെ അസ്വസ്ഥ കാരണമാകുന്ന ശങ്കകൾ അതിനേക്കാളും അപ്പുറമാണ്. ദൈവത്തിന് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ പദ്ധതിയും പ്ലാനും, ദൈവത്തിന് ശക്തിയുണ്ട്. ആ ഒരു ദൈവത്തിലുള്ള ട്രസ്റ്റാണ് ഈ സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് പറയുകയാണ്. അവിടെ എത്രയോ അഭികാമ്യമായ ഒരു ഐക്യമാണ് സ്വന്തം ഇഷ്ടത്തെ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വീകരിച്ചൊരു വ്യക്തി ആത്മാവിന് ദൈവമായിട്ട് കിട്ടുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കൊതിക്കണം. മദ്രസ പറയുകയാണ് 4-ാമത്തെ ഖണ്ഡിക. ഈ ദുഃഖത്തെ പറ്റി പറഞ്ഞപ്പോൾ മദ്രസ വിസ്തീകരണോട് പറയുകയാണ്, ദുഃഖം പലതരത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ അത് സുഖ അനുഭവങ്ങൾ പോലെ തന്നെ സ്വഭാവ അനുഗതമായി പെട്ടെന്ന് നമുക്ക് നേരിടുന്നു. സുഖ അനുഭവങ്ങൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രകൃതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള സുഖ അനുഭവങ്ങൾ പെട്ടെന്ന് വരുന്നു പോകുന്നു. അത് വളരെ നശ്വരമാണ് എന്ന് പറഞ്ഞവർ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ചേർന്ന് കിടക്കുന്ന ദുഃഖ അനുഭവങ്ങളും ഉണ്ട്. അതേക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നമുക്ക് വിശദീകരിക്കുകയാണ്. ദൈവത്തോട് സമ്പൂർണ്ണമായിട്ട് തന്നെ മനസ്സിനെ ഐക്യപ്പെടുത്തി സ്വന്തം ഇഷ്ടം ഉപേക്ഷിച്ച് ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു ആത്മാവിനെ ഒന്നും ദുഃഖിപ്പിക്കുകയില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് വിശദീകരണം ഇവിടെ മദ്രസ തുറന്ന് പറയുന്നത്. അതായത് സ്വഭാവ അനുഗതമായി പെട്ടെന്ന് നമുക്ക് വരുന്ന ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. ഉദാഹരണം, സമീപവർത്തികളോടുള്ള സഹതാപ നിമിത്തം ഉപവയിൽ നിന്നും അത് ഉത്ഭവിക്കുന്ന സന്ദർഭങ്ങൾ അപൂർവമല്ല. നമ്മുടെ കൂടെയുള്ള അയൽപക്കത്തുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ ചില ദുഃഖങ്ങൾ, വേദനകൾ അത് കണ്ടിട്ട് നമുക്കൊരു ദുഃഖം ഉണ്ടാകാം. നമ്മുടെ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചത് അങ്ങനെയാണല്ലോ. യോഹന്നാൻ 10 നമ്മൾ കാണുന്നുണ്ട്. ഈശോ അഗാധമായി നെടുവീർപ്പിട്ടു, കണ്ണീർ പൊഴിച്ചു. ലാസറിനെ അടക്കി സ്ഥലം ചോദിച്ചുകൊണ്ട് മർത്തായിയുടെ മേരിയുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഈ ഒരു ആത്മീയ ഐക്യത്തെ ഇളക്കുന്ന ദുഃഖം അല്ലെന്ന് മദ്രസയോട് പറഞ്ഞു വരുന്നത്. ഇത്തരത്തിലുള്ള ദുഃഖം ദൈവ തിരുമനസ്സിനുള്ള വിധേയത്വത്തിന് വിരുദ്ധമായിരിക്കുകയില്ല. അത് സ്വാഭാവികമായ ദുഃഖത്തിന്റെ തലങ്ങളാണ്. അത് നമ്മുടെ ആത്മീയ ദൈവ ഐക്യത്തിന്റെ അതിന് വിരുദ്ധമായിട്ടുള്ളതല്ല. ആത്മാവിനെ ക്ഷോഭിപ്പിക്കുകയും ദീർഘസമയത്തേക്ക് ആ സ്ഥിതി തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന അസ്വസ്ഥവും അസുഖകരമായ വികാര വിശേഷങ്ങളെ അവ ഉളവാക്കുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ, ഒരു മരണം, ഒരു കുടുംബത്തിലെ അപകടം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മരണത്തിൽ പൊട്ടിക്കരയുന്ന, അലമുറിട്ട് കരയുന്ന വ്യക്തികളുടെ സാന്നിധ്യം, മറ്റുള്ളവരുടെ കഷ്ടപ്പാട്, രോഗാവസ്ഥ ജനിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം എന്ന് പറയുന്നത് ഈ നമ്മുടെ ആത്മാവിനെ ക്ഷോഭിപ്പിച്ച് ദൈവത്തിന്റെ പക്കൽ നിന്ന് ഇളക്കി മാറ്റാൻ മാത്രം ഗൗരവമുള്ള ഒരു അസ്വസ്ഥത അല്ല എന്ന് മദ്രസ പറയുകയാണ്. ഇപ്രകാരമുള്ള ദുഃഖം പെട്ടെന്ന് അവസാനിക്കും. പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ പറ്റി ഞാൻ പറഞ്ഞതുപോലെ ഇവ ആത്മാവിന്റെ ആഴത്തിലേക്ക് ചെല്ലുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്മീയ മാധുര്യം, ഭക്തി മാധുര്യത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആത്മീയ ആനന്ദത്തെക്കുറിച്ച് പറയുന്നതിന് ഭക്തി മാധുര്യത്തെക്കുറിച്ച് പറഞ്ഞു. ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ആത്മീയ കൃത്യങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥനാ കൃത്യങ്ങൾ പൂർത്തിയാക്കുന്നു. അപ്പൊ നമുക്കൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകുന്നു, സംതൃപ്തി ഉണ്ടാകുന്നു, ചിലപ്പോൾ കണ്ണുനീർ പോലും പൊടിയുന്നു, ആനന്ദ കണ്ണുനീർ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ആനന്ദ അനുഭൂതി അല്ലെങ്കിൽ മാധുര്യ അനുഭൂതി എന്ന് പറഞ്ഞതിന്റെ മറുവശമാണ് ഇവിടെയുള്ള ഈ ദുഃഖ അനുഭവം, സങ്കട അനുഭവം എന്ന് മനസ്സിൽ പറയുകയാണ്. പ്രാർത്ഥനയിൽ ഉണ്ടാകാവുന്ന സന്തോഷങ്ങളെ പറ്റി ഞാൻ പറഞ്ഞതുപോലെ ഇവ ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എനിക്ക് തോന്നുന്നു. ഇന്ദ്രിയങ്ങളെയും ആത്മീയ ശക്തികളെയും മാത്രമേ അവ സ്പർശിക്കുന്നുള്ളൂ. ഇന്ദ്രിയങ്ങളെയും ആത്മീയ ശക്തികളെയും, ഇന്ദ്രിയങ്ങള് നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളും ആന്തരേന്ദ്രിയങ്ങളും, അതിൽ ആത്മീയ ശക്തികൾ നമ്മുടെ ഭാവനയും ചിന്തയും ബുദ്ധിയും ആ മേഖലയിലൊക്കെ നിൽക്കുന്നേ. അതിൻ്റെ അപ്പുറത്താണ്, ആഴത്തിലുള്ളതാണ് ആത്മീയ ഐക്യം ദൈവമായിട്ടുള്ളത്. അങ്ങോട്ട് ഇത് കയറി വരുന്നില്ല. മുൻ സദനങ്ങളിലെല്ലാം ഇവ തുറന്നുകൊണ്ടേയിരുന്നു, നേരത്തെ ഇത് ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇനി വിവരിക്കാനുള്ള അവസാനത്തെ സദനത്തിൽ ഇവയ്ക്ക് സ്ഥാനമുണ്ടാവുകയില്ല. പക്ഷെ മുന്നോട്ട് വരുമ്പം ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ പോലും കയറി വരാനായിട്ട് പറ്റുകയില്ല. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ ആത്മീയ ശക്തികളുടെ സ്തംഭനം ഇവിടെ അനിവാര്യമാണ്.
എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ആത്മീയ ശക്തികളുടെ സ്തംഭനം, സസ്പെൻഷൻ. അത് അല്പം ഒരു കൺഫ്യൂഷൻ പോലെ തോന്നി. അതിന്റെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈസ് ഇറ്റ് നെസസറി in order to attain this kind of divine union for the powers of the soul to be suspended? ആത്മീയ ശക്തികളെ സ്തംഭിപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ ഒരു ദൈവ ഐക്യം നേടിയെടുക്കുവാൻ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് നോ എന്ന ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മീയ ശക്തികളുടെ സ്തംഭനം ഇവിടെ അനിവാര്യ അല്ല എന്നാണ് ഇംഗ്ലീഷ് വേർഡിങ് കിടക്കുന്നത്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നിടത്ത് അതിന് മുമ്പ് പറഞ്ഞ ആത്മശക്തികളുടെ സ്തംഭനം ഇവിടെ അനിവാര്യമാണെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്കതേപ്പറ്റി ഒത്തിരി ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. അങ്ങനെയാണേലും അല്ലെങ്കിലും അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. തുടർന്ന് വായിക്കാം: ആത്മാക്കളെ സമ്പുഷ്ടരാക്കുവാനും ഈ സദനത്തിൽ കൊണ്ടുവരുവാനും മേൽ വിവരിച്ച കുറുക്കുവഴി കൂടാതെ വേറെ നിരവധി മാർഗങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവിന് വല്ലഭമുണ്ട്. അപ്പൊ മേൽ വിവരിച്ച കുറുക്കുവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മീയ ശക്തികളുടെ സ്തംഭനം ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ആത്മീയ ശക്തികളുടെ സ്തംഭനം എന്നുള്ള കുറുക്കുവഴിയിലൂടെ അല്ലാതെ തന്നെ ദൈവത്തിന് വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്. നമ്മുടെ ഇങ്ങനെ ഒരു ആത്മീയ ദൈവമായുള്ള ഐക്യത്തിൽ കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് ഒത്തിരി മാർഗങ്ങളുണ്ട്. അവിടെ ആത്മീയ ശക്തികളുടെ സ്തംഭനം അവിടെ ആവശ്യമില്ല എന്നാണ് മദ്രസ പറയുന്നതായിട്ട് നമുക്ക് തിരിയുന്നത്. മലയാളത്തിലെ വൃത്തത്തിലെ വാക്കുകൾ വ്യത്യാസമാണ് എങ്കിൽ പോലും. 5-ാമത്തെ ഖണ്ഡിക: എന്നാൽ ആ പട്ടുപുഴു അന്തരിക്കേണ്ടത് ആവശ്യമാണെന്ന് പുത്രിമാരെ നിങ്ങൾ നന്നായി ഗ്രഹിക്കണം. ഈ പട്ടുനൂൽപ്പുഴു തീരണം, ഇല്ലെന്നാകണം, അന്തരിക്കണം. അതിൻ്റെ തിരോധാനം വലിയൊരു നഷ്ടമായിരിക്കും. അതിൻ്റെ തിരോധാനം ഒരു നഷ്ടമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ട് ആ മലയാളം വേർഡിങ്. അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ആൻഡ് ഇറ്റ് വിൽ കോസ്റ്റ് യു മോർ ഇൻ ദിസ് വേ. അപ്പൊ അത് അന്തരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഇല്ലെന്നാകല് അല്ലെങ്കിൽ അത് നിഗ്രഹിക്കപ്പെടുന്നത് കുറെ കൂടെ നിങ്ങൾക്ക് വില കൊടുത്ത് നേടേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് വിൽ കോസ്റ്റ് യു മോർ ഇൻ ദിസ് വേ. അതാണ് മലയാളത്തിൽ അതിൻ്റെ തിരോധാനം ഒരു നഷ്ടമായിരിക്കുന്നത് അവ്യക്തതയാണ്. അത് നമുക്ക് കുറച്ചുകൂടെ വില കൊടുത്ത് നേടേണ്ടതാണ് എന്നാണ് ഏത് പട്ടുതുണിപ്പോഴും അന്തരിക്കുക തന്നെ ചെയ്യണമെന്നുള്ളത്. ഇനി അടുത്ത വാക്യം ശ്രദ്ധിക്കുക: കാരണം നവീകൃതമായ സ്വജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ മേൽപ്പറഞ്ഞ ആനന്ദ അനുഭൂതിയിൽ മരിക്കുക വളരെ എളുപ്പമാണ്. അത്തരം ആനന്ദമൊന്നുമില്ലാതെ ജീവൻ തുറന്നുകൊണ്ട് സ്വമനസാലെ തന്നെ മരിക്കേണ്ട ആവശ്യം അത്ര ഇവിടെ നേരിടുന്നത്. ഈ മലയാള വിവർത്തനം അല്പം ഒരു കൺഫ്യൂസിങ് ആണ്. അതിൻ്റെ ഇംഗ്ലീഷ് നോക്കുമ്പോൾ കുറച്ചൊരു വ്യക്തമാണ്. ഈ പട്ടുനൂൽപ്പുഴു മരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്ക് അല്പം വില കൊടുത്ത് ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ്: in the former manner this death is facilitated by finding ourselves introduced into a new life. നേരത്തെ പറഞ്ഞ രീതിയിൽ പട്ടുനൂൽപ്പുഴു ഇല്ലെന്നായപ്പം ചിത്രശലഭമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. അതങ്ങ് തീർന്നു പോയില്ല, രൂപാന്തരപ്പെട്ട് വേറെ അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത്. ബട്ട് ഹിയർ വി മസ്റ്റ് ഗീവ് ദ ഡെത്ത് ബ്ലോ. ഇവിടെ നമ്മൾക്ക് തന്നെ ഒരു മരണ ആഘാതം കൊടുക്കണം. നമ്മളെ തന്നെ നമ്മൾ കൊന്നെടുക്കേണ്ട ആവശ്യമുണ്ട്. സ്വയം നിഗ്രഹം, നമ്മൾ തന്നെ നിഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്. എന്നോടിങ്ങനെ പറയുന്ന ഓർമ്മിക്കണം, നമ്മളിവിടെ നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ മനസ്സിനോട് കൺഫേം ചെയ്തുകൊണ്ട് വിധേയപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാപിക്കുന്ന ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. നമ്മൾ നേരത്തെ ഒന്നാമത്തെ പറഞ്ഞതായ ആനന്ദ അനുഭൂതി ഐക്യത്തിലേക്ക് ദൈവം എടുത്ത് കൈപിടിച്ച് കൊട്ടിക്കൊണ്ട് വരുന്ന ആ ഒരു അനുഭവം, അതിലേക്ക് വരാത്തവർക്കും കയറി വരാനായിട്ട് സാധിക്കുന്ന ഒരു മാർഗമാണിത്, സ്വയം നിഗ്രഹിച്ചുകൊണ്ട്. അവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ അനുഭവത്തിൽ, ഐക്യത്തിന്റെ അനുഭവത്തിൽ സ്വന്തം പട്ടുനൂൽപ്പുഴുവിന്റെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് നവീകരിച്ച് ഉയർത്തപ്പെടുകയാണ്. അത് എളുപ്പമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെയുള്ള ആനന്ദമൊന്നുമില്ലാതെ നമ്മൾ സ്വമനസ്ഥലത്തിന് മരിക്കേണ്ട ആവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് അല്പം കോസ്റ്റ്ലി ആണ്, വില കൊടുക്കേണ്ടതാണ്, ഭാരപ്പെടുത്തുന്നതാകാമെന്ന് മദ്രസ പറയുന്നത്. ആ വാക്യം അടുത്ത് പറയും, ഒന്നര വാക്യം. കാരണം നവീകൃതമായ സ്വജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ മേൽപ്പറഞ്ഞ ആനന്ദ അനുഭൂതി മരിക്കുക വളരെ എളുപ്പമാണ്. പ്യൂപ്പ ശരിച്ച് കയറിയിട്ട് താൻ പൊട്ടിവിടർന്ന് ചിത്രശലഭമായിട്ട് വരുമെന്നുള്ള പ്രത്യാശയോടെ സ്വയം ഇല്ലെന്നാവുക, അതിനകത്ത് കുറച്ച് എളുപ്പമുണ്ട്. എന്നാൽ അത്ര ആനന്ദമൊന്നും ഇല്ലാതെ ജീവൻ തുറന്നുകൊണ്ട് സ്വമനസാര തന്നെ മരിക്കേണ്ട ആവശ്യമാണ് ഇവിടെ നേരിടുന്നത്.
നമ്മളെ തന്നെ നിഗ്രഹിക്കണം. ഒരു ഡെത്ത് ബ്ലോ, ഒരു മരണകരമായ അടി നമുക്ക് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ നീങ്ങണം. അവിടെ അല്പം ഒരു വില കൊടുത്ത് നമ്മൾ നേടേണ്ട കാര്യമാണ് മദ്രസ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും എല്ലാം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.